വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും നടത്തുന്ന മിഷനറി പ്രവർത്തനങ്ങളെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തുമാണ്. അത് രണ്ടും സഭ അറിഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? നിർബന്ധിത മതപരിവർത്തനം അതുപോലെ മനുഷ്യക്കടത്ത്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് നടത്തുന്ന വിശ്വാസത്തിന്റെ ഒരു ചേഞ്ച് ആണല്ലോ. സുഹൃത്തെ, ഞാൻ ചോദിക്കുന്ന ആർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരു മതത്തിനും നിർബന്ധമായി ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പരിവർത്തനം നടത്തിയാൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ പൂജിക്കുന്ന അവരുടെ ദൈവത്തെ പറിച്ചു മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടെ നമ്മളുടെ ഈ ജനാധിപത്യ രാജ്യത്ത് അല്ലെങ്കിൽ സർവ്വമതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന ഈ രാജ്യം, ഞാൻ പറയും അത് വലിയൊരു നന്മയാണ്. ഒരു കാലത്ത് അങ്ങനെ ഈ നമ്മുടെ നിയമസംഹിതയിൽ അടിസ്ഥാന അവകാശങ്ങളിൽ ഇത് ചേർത്തതിന്റെ ഒരു വലിയ നന്മ അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് രാജ്യത്തിന്റെ വലിയൊരു ഔന്നത്യമാണ്. കാരണം എല്ലാ മതങ്ങളിലും നന്മയുണ്ടെന്ന് നമുക്കറിയാം. എല്ലാ മതങ്ങളിലും നന്മ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച് നമുക്ക് നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ നന്മയുള്ളവരായി തീരുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ നമ്മളുടെ ഭരണഘടന എഴുതി ചേർത്ത ആ മഹാത്മാക്കള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. നിശ്ചയമായും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകള് ഇവിടേക്ക് മറ്റ് മതങ്ങൾ കടന്നു വരുന്നതിനും അവരുടെ പ്രാക്ടീസ് ചെയ്യുന്നതിനും അവർ പ്രചരിപ്പിക്കുന്നതിനും ഈ പ്രചരിപ്പിക്കുന്ന മറ്റൊന്നിനും വേണ്ടിയല്ല, നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ നന്മ ഏത് മതത്തിലാണെങ്കിലും നന്മ സ്വീകരിക്കുന്ന മനുഷ്യര് അതിനോടൊരു ആഭിമുഖ്യം പുലർത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് തെറ്റു പറയാനില്ല. ഇനി ഏത് മതത്തിലായിരുന്നാലും ഒരു വ്യക്തിയുടെ രക്ഷയെന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഏത് മതം ബലം പ്രയോഗിച്ച് ആ മതത്തിലേക്ക് കൊണ്ട് ആരെങ്കിലും ചേർത്താലും ആ ഒരു കാരണത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ കാരണത്താലല്ല, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് മതം പൊട്ടിപ്പുറപ്പെടേണ്ടത്, അല്ലെങ്കിൽ വിശ്വാസം ഉയരേണ്ടത്, ദൈവത്തോടുള്ള ഭക്തി ഉയരേണ്ടത്, ദൈവത്തോടുള്ള അടുപ്പം ഉണ്ടാവേണ്ടത്. കത്തോലിക്ക തിരുസഭ നിശ്ചയമായും ഒരു നിർബന്ധിതമായ ഒരു മതപരിവർത്തനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹമല്ല. നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാരതത്തില് 2000 വർഷങ്ങള് 2000 എന്ന് പറഞ്ഞാൽ 2000-ന് ഏതാനും കുറവ് വർഷങ്ങളേ ഉള്ളൂ. അത് കാരണം ക്രിസ്തു ചൈതന്യവുമായിട്ട് ആദ്യം ഭാരതത്തിലേക്ക് കേരളത്തിലേക്കൊക്കെ കടന്നു വരുന്നത് തോമസ് ലീഹയാണ്, ഈശോയുടെ ശിഷ്യനായ തോമസ് ലീഹ. അദ്ദേഹം ഭാരതത്തിൽ വരുന്നത് AD 52-ലാണ്. AD 52 എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്കൂട്ടാം. ഇപ്പോ 2000 വർഷങ്ങൾക്ക് ആണ്ട് ഒരു 27 വർഷങ്ങളുടെ കുറവേ 23 വർഷങ്ങളുടെ കുറവേ ഉള്ളൂ. അന്ന് ഇവിടെ വന്ന് പ്രചരിപ്പിക്കപ്പെട്ട ഈ സമൂഹവും ഈ വിശ്വാസവും ഇന്ന് എന്തുകൊണ്ട് ഈ 2.5% ഒതുങ്ങി നിൽക്കുന്നു? ആരെയും നിർബന്ധിക്കുന്നില്ല, വാളെടുത്ത് ആരെയും ഭയപ്പെടുത്തി ഈ മതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല. ക്രിസ്തു ചൈതന്യം നന്മ പറഞ്ഞു കൊടുക്കും, സ്നേഹത്തിന്റെ ചൈതന്യം നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് നമ്മളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അത് കാട്ടിക്കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമ്മൾ നിർബന്ധിത മതപരിവർത്തനം ചെയ്യില്ല. അത് ഭരണഘടന അനുവദിക്കുന്നിടത്തോളം നമ്മൾ ചെയ്യുന്നത്. കാരണം മതം ആചരിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ നമുക്ക് അവകാശമുണ്ട്. ഈ രാജ്യത്തുനിന്ന് ഭരണഘടന എഴുതി ചേർത്തിരിക്കുന്നത് കൊണ്ടാണ്. ഒന്ന്, പിന്നെ മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത് ഇത് പകൽ പോലെ വെളിച്ചമാണ്. കാരണം ആ പിള്ളേരെ ജോലിക്കായിട്ടാണ് പറഞ്ഞു വിടുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവരുടെ മാതാപിതാക്കൾ പോലും പറഞ്ഞതാണ്. ഏതോ ഒരു കൊച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് TTR ഒക്കെ ഇടപെട്ടതെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. സ്വാഭാവികമായിട്ട് വീട് വിട്ടു പോകുന്ന പിള്ളേര് ജോലിക്കാണെങ്കിൽ അകല സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സങ്കടമെന്നല്ലാതെ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അല്ല ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ടതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ബലമായിട്ട് മതം ചേർത്തതായിട്ടോ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇതിന്റെ ചൈതന്യം തിരിച്ചറിയുന്നവര് ഈ വിശ്വാസത്തെ സ്വീകരിക്കുന്നുണ്ടാവും. അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം മതം പ്രചരിപ്പിക്കുന്ന റൈറ്റ് ഓഫ് പ്രൊപ്പഗാൻഡ അതുള്ളത് കൊണ്ട് അങ്ങനെ ആവാം. ഇവിടെ അതുപോലും നമ്മളൊരു രാജ്യത്തെ തകർക്കാനോ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനോ അധികാരം സ്ഥാപിക്കാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലതല്ല. നമ്മളുടെ ഒരു ചൈതന്യം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ചൈതന്യം അറിയിക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്.